അപ്പോൾ ഓണ ഷോപ്പിംഗ് തുടങ്ങിയ കൂട്ടുകാരെ, ഓണ ഷോപ്പിംഗ് തുടങ്ങി. എല്ലാവരും ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ ഓണ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്. നമ്മൾ അടുത്തുള്ള കടയിൽ പോയി ഓണ ഷോപ്പിംഗ് തുടങ്ങി. നമ്മുടെ ഷോപ്പിംഗ് എന്താണെന്ന് നിങ്ങൾ കാണണ്ടേ? കാണിച്ചു തരാം കേട്ടാ. ആദ്യം നമ്മൾ ഓണത്തിന് വീട്ടിലിരിക്കുമ്പോൾ കുളിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ സോപ്പ്. ഒരു ദിവസം പായസം കുടിക്കണമെന്ന് തോന്നിയ പായസം കിട്ടി. പാലട അല്ല സേമി, പിന്നെ സോപ്പ് 3, പിന്നെ പുട്ട് കഴിക്കണമെന്ന് തോന്നിയാൽ പുട്ടുപ്പൊടി, വിളക്ക് തിരി, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞത് എല്ലാം മാറ്റിട്ടുണ്ട് കൂട്ടുകാരെ, എല്ലാം മാറ്റിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വലിയ ഓണം ആഘോഷം ഇല്ലെങ്കിലും എല്ലാവരും പോലെ ഇടിയപ്പത്തിൻ്റെ പൊടി, പുട്ടുപൊടി, അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കൂട്ടുകാരെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുളക് വാങ്ങിച്ച് പൊടിക്കണില്ല എന്ന് ഞാൻ എനിക്ക് പറഞ്ഞു. അപ്പം ഞാൻ ആവശ്യത്തിന് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. നല്ല എരിവുള്ള മുളക് പൊടി 1/2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് തറ തുടയ്ക്കണം. അപ്പോൾ എനിക്കൊന്നുണ്ട്, പക്ഷേ അതെന്നെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ ഇതാണ് വാങ്ങിച്ചത്. ഒന്ന് പൊട്ടിച്ച് കാണിച്ചതേ. ഇത് നോക്കട്ടു, ഇതല്ലേ നീ പറഞ്ഞ സാധനം. ഇനി ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ വീട്ടിൽ ഓണത്തിന് നമ്മൾ പുത്തനുടുപ്പും പായസവും കുടിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളെ വീട് വൃത്തിയാക്കാൻ ആരും മറക്കില്ല. അപ്പോൾ മെയിൻ അത്യാവശ്യമുള്ള സാധനമാണ് വീട് തറ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കൊന്നുണ്ട് മറ്റേ കമ്പിയിട്ട് പിഴിയുന്ന സാധനം പറ്റത്തില്ല. അപ്പം ഇതാകുമ്പോഴത്തേക്ക് നല്ലത്. അപ്പം നമ്മുടെ മെയിനായിട്ട് വാങ്ങിച്ചൊരു സാധനമാണ്. അങ്ങനെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കൂട്ടുകാരെ, എല്ലാ സാധനവും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം കുളിക്കുമ്പം നമ്മൾ കുളിക്കുന്ന സോപ്പ് വാങ്ങിക്കുമ്പോൾ നമുക്ക് തുണി അലക്കണ സോപ്പ് കൂടെ വാങ്ങിക്കണം. മസാല വാങ്ങിച്ചിട്ടുണ്ട്. പായസം വയ്ക്കാൻ ശർക്കര വാങ്ങിച്ചിട്ടുണ്ട്. സാമ്പാർ പരിപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഐറ്റം സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ സാധനവും പിന്നെയുണ്ട് ഉരുളക്കിഴങ്ങ്, ഉള്ളി, സവാള, വെളുത്തുള്ളി, കൊച്ചുള്ളി എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ എന്തൊക്കെ മറന്നിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുവന്ന് ഉടനെ നോക്കണം. നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറന്നുപോയ സാധനം നമ്മൾ പിന്നെ കടയിൽ പോയി കിട്ടത്തില്ല. അപ്പം ഞാൻ പഞ്ചസാര കുറച്ചാണ് വാങ്ങിച്ചിട്ടുള്ളത്, 1 കിലോ. ഭയങ്കര വിലയാണ് നമ്മൾ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ. സൂപ്പർ മാർക്കറ്റ് സപ്ലൈയിലൊക്കെ പോകുമ്പോൾ വില കുറച്ച് 3 രൂപ കുറവാണ്. ഞാനിതെല്ലാം കൂടെ നോക്കി വെച്ചിട്ട് നമുക്ക് വേറെ സാധനങ്ങളെല്ലാം മാറ്റുന്നത്. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടി എന്ന് വേണ്ടേ, എനിക്ക് മല്ലിപ്പൊടിയാണ്. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ വീട്ടിലെ വലിയ ഓണമൊന്നുമില്ലെങ്കിൽ വീട്ടിൽ അത്യാവശ്യത്തിന് എല്ലാ സാധനങ്ങളും. അപ്പോൾ ഓണത്തിന് 2-3 ദിവസം ചിലപ്പോൾ ആൾക്കാർ ചതയം വരെ കട അടച്ചിട്ടിരിക്കും. ചതയം കഴിഞ്ഞിട്ട് കടകൾ തുറക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ വലിയ കടയിൽ ചെന്നൊന്നും വാങ്ങിക്കത്തില്ല, നമ്മുടെ സാധാരണ കടയിൽ. കാരണം നമുക്ക് എപ്പോഴും സാധനം കിട്ടുന്ന ഒരു മാമൻ്റെ കടയാണ്. അപ്പോൾ ഓണം വരുമ്പോൾ നമ്മൾ മറ്റുള്ള കടയെ ആശ്രയിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളെപ്പോഴും ഏത് കടയാണോ നമുക്ക് സാധനങ്ങൾ തരണം അവരെ കടയിൽ തന്നെ ചെന്ന് സാധനം വാങ്ങിക്കണം. അല്ലെങ്കിൽ നന്ദികേടാണെന്ന്, അത് പിന്നെ ഒരു നന്ദികേടായിപ്പോകും. അത് ദൈവത്തെ മറന്ന് ചെയ്യണം. അപ്പം നമ്മളെ ബുദ്ധിമുട്ട് സമയത്ത് നമ്മളെ സഹായിക്കുന്നവരെയാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, അല്ലേ? അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഓണത്തിനുള്ള എല്ലാ സാധനങ്ങളും ആയില്ലെങ്കിലും ഇനി പച്ചക്കറി വാങ്ങിക്കണം. 100 രൂപയുടെ പച്ചക്കറി മതി. വലിയ ആഡംബരമുള്ള ഓണമൊന്നുമല്ല ഞങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ അണ്ണൻ കൂടെ ഇല്ലാതെ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് വയ്ക്കും ഞങ്ങൾ വീട്ടിൽ. അപ്പം എൻ്റെ കുഞ്ഞു ഓണത്തിനുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. അത് മതി. വീട്ടിലെ എല്ലാ ആവശ്യത്തിനും കുറച്ച് 2 മക്കളും ഒരു അമ്മയ്ക്കുള്ള സാധനങ്ങളെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ആണ് ഞാൻ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ വീട്ടിലത്തെ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഓണത്തിന് മുന്നോടിയായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് മുളക് വാങ്ങിച്ചിട്ട് ഉണക്കേണ്ട സമയമില്ല. ഞാൻ മുളക് വാങ്ങിച്ചില്ല, മല്ലി വാങ്ങിച്ചില്ല. അതിന് വരായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെയാണ്, എല്ലാം പൊടി വർഗ്ഗങ്ങൾ. ഇനി ജീരകം ഉലുവയൊക്കെ പൊടിച്ച് വെച്ചാൽ, അതേ ഗരം മസാല പൊടിച്ച് വെച്ചാൽ
അപ്പം കൂട്ടുകാരെ, അപ്പം ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബായ്. ഇനി മറ്റൊരു വീഡിയോ ഇട്ട് മറ്റൊരു ദിവസം കാണാം.